ബോഡി ഞാൻ എടുക്കുന്നു, കൈക്കുള്ളിലേക്ക് വെക്കുന്നു. ആക്ഷൻ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഈ കയ്യിലുണ്ടാവില്ല. സ്പീഡ് കൂടി പോയോ? ഇതിൽ പേജ് ഇല്ല, 86 പേജ് കാണുന്നില്ല. താങ്കൾ സ്വയം സെലക്ട് ചെയ്തെടുത്ത കാർഡാണ് അതെ അല്ലേ? വിശ്വസിക്കുന്നു. ഈ പേപ്പർ എനിക്കിനി മുറിക്കാൻ പറ്റൂല. ഇത് മുറിക്കാൻ പറ്റുന്നില്ല, സീരിയസ്ലി. ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കാനും അറിയാനും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കൂടെയുള്ളത് മെൻ്റലിസ്റ്റും മെജിഷ്യനും കൂടി ആയിട്ടുള്ള ജിബിൻ മുല്ലപ്പള്ളിയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് മെൻ്റലിസം? മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിന്റെ ഒരു ഹൈടെക് വേർഷനാണ്. മാജിക് തന്നെ, മാജിക്ക് ഇപ്പം ഔട്ടായി. ഇപ്പോൾ കൂടുതലും ആൾക്കാർ പഠിക്കുന്നത് അല്ലെങ്കിൽ പുതിയ പഠിക്കുന്നത് മെന്റലിസമാണ്. കൂടുതൽ കാണികൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് മെന്റലിസമാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു മെന്റലിസത്തിന്റെ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ 2 ബുക്സ് ഉണ്ട്. താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും ബുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ്, മാറ്റി വെച്ചേക്കാം. ഈ ബുക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ബുക്കിൻ്റെ പേജുകളൊക്കെ നോക്കാം. പേജുകളെല്ലാം ഒന്ന് മറിച്ച് നോക്കാം. എല്ലാം വാക്കുകൾ, അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? ഞാൻ ഒരു ബുക്ക് മാർക്ക് എടുക്കുന്നുണ്ട്, കയ്യിൽ ഒരു കാർഡ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ കാർഡ് വെച്ചിട്ട് ഈ ബുക്കിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ പറയാം, സ്റ്റോപ്പ് പറയാം. ഓക്കെ, അവിടെ വരുന്ന പേജ് നമ്പർ, ആദ്യത്തെ വാക്ക് മനസ്സിൽ ബൈഹാർട്ടാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇഷ്ടമുള്ളൊരു പോർഷൻ പറയാം. സ്റ്റോപ്പാണ്. ആ വരുന്ന പേജ് നമ്പർ വാക്ക് മനസ്സിലാക്കുക. ക്ലിയർ ആണ് അല്ലേ? പേജ് നമ്പർ വാക്ക് മനസ്സിലുണ്ട്. ബുക്ക് മാർക്ക് ചെയ്യാൻ മാറ്റി വെച്ചു. കയ്യിൽ വെക്കാം ഈ ബുക്ക്. ഒരു പേജ് നമ്പർ കയ്യിലുണ്ട്, ഒരു വാക്കും ഉണ്ട്. ക്ലിയർ ആണ്? ആ നമ്പർ ഒന്ന് മനസ്സിലോർക്കാം. 100 താഴെയാണ് അല്ലേ? 100 താഴെയാണ്. ആദ്യത്തെ അതൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നമ്പർ എന്താണെന്നുള്ളത് 8 ആണ് ആദ്യം അല്ലേ? പേജ് നമ്പർ 86 ആണ്. കറക്റ്റ് ആണ്. ഇനി ആ വാക്കൊന്ന് മനസ്സിലാക്കാം. വാക്ക് മനസ്സിലാക്കാം. എത്ര അക്ഷരം ഉണ്ടാവും? വലിയ വാക്കാണ് അത്യാവശ്യം. അല്ല, ഈസും ദേറും ഒന്നുമല്ല, അത്യാവശ്യം വലിയ വാക്കാണ്. സ്റ്റാർട്ടിങ് ഒന്ന് മനസ്സിലാക്കാം. ഓർമ്മയുണ്ടോ? സ്റ്റാർട്ടിങ് എല്ലാണ്. ലാസ്റ്റ് അവസാനിക്കുന്ന വൈയിലാണ്. ലൈബ്രറി അല്ലേ? അതൊന്ന് പേജ് ഒന്ന് എടുക്കാം. 86 പേജ് എടുക്കാം. ഒന്ന് ഉറക്കെ വായിക്കാം. ഇതിൽ പേജ് ഇല്ല, 86 പേജ് കാണുന്നില്ല. ഇതിൽ നിന്നല്ല എടുത്ത് വായിച്ചത്. ഇതാണ് ഞാൻ വായിച്ച ബുക്ക്. 86 ഇല്ല. ആ ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയേ. ഞാൻ 86 നോക്കിയത്, പക്ഷെ ഇതിൽ ആ പേജ് കാണുന്നില്ല. ആ ബുക്ക് ഒന്ന് എടുക്കാം. ഈ ബുക്ക്? അതെ, അതിൻ്റെ 86 ഒന്ന് എടുക്കാം. പേജ് 86. അതൊന്ന് എടുക്കാം. ആ ബുക്കോട് എടുക്കാം. ഇതെങ്ങനെ ഇവിടെ വന്നേ? അതൊന്ന് എടുത്തൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. അതിൽ നിന്ന് തന്നെ പോയതാണെന്ന് അറിയണമല്ലോ. അതെ, ചേർത്തൊന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ പേജ് ഞാൻ സെലക്ട് ചെയ്ത ബുക്കിൽ അല്ലേ? അതെന്താണ് ടെക്നിക്ക്? ഇതാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം. കൂടുതലൊന്നും പറഞ്ഞു തരില്ല എന്നൊക്കെ. എന്തിന് ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചത്. മൈൻഡ് കൺട്രോൾ ചെയ്യുവാണ്. അതെല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നാൽ ഞാനിപ്പോൾ ഒരു 86 സെലക്ട് ചെയ്ത് നോക്കി. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് പേജാണ് സെലക്ട് ചെയ്തതെന്ന്. ഞാനെങ്ങാനും മാറ്റി പറഞ്ഞാലോ? ഞാൻ പറയണ് അതല്ലാന്ന് പറയാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാലോ? ഇല്ല, അങ്ങനെ പറ്റില്ല. നമുക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും. ആണോ? അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളെ പറ്റിക്കുന്നവരുണ്ട്. ഉണ്ടല്ലേ? അതാ ഞാൻ നമ്മുടെ ഇതിൽ ഉറച്ചു നിൽക്കുക. ഇതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ അത് തെറ്റാൻ സാധ്യത ചിലപ്പോ. ഓക്കെ. അപ്പം ഇതിപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ അങ്ങനെ മെന്റലിസം ഇപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലോണം പ്രിപ്പയർ ചെയ്യാറുണ്ട്? ഓക്കെ, അത് ഇപ്പൊ
കോഴ്സ് പഠിച്ചതിന്റെ ഒരു ഭാഗം. അതെ അതെ ഓക്കെ. കോഴ്സ് പഠിച്ചു. ഇനി അടുത്ത ഒരു മെന്റലിസ്റ്റ്. കാർഡ് വെച്ചിട്ടുള്ള ഒരു മെന്റലിസം ആണ്. കാർഡ് വെച്ചിട്ട്? അതെ അതെ, കാർഡ്സ് ആണ്. കാർഡ്സ് ഒക്കെ അറിയാമോ? ചെറുതായിട്ട് അറിയാം. വലിയ അറിവൊന്നുമില്ല കേട്ടോ. അവരുടെയൊക്കെ കാർഡ് എന്ന് പറഞ്ഞാൽ 52 കാർഡ്സ് ആണ്. നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡുകളാണ്. കാർഡ് ഞാൻ ഷഫിൾ ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണ്. ഞാൻ കാർഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ ആണ്. താങ്കൾക്ക് സ്റ്റോപ്പ് പറയാം. വരുന്ന കാർഡ് മനസ്സിൽ ഓർക്കാം, അല്ലെങ്കിൽ കയ്യിൽ വെക്കാം, കുഴപ്പമില്ല. സ്പീഡിൽ പറഞ്ഞു. സ്റ്റോപ്പ്. ഇങ്ങനെ പറയാം. സ്റ്റോപ്പ്. വരുന്ന കാർഡ് എടുക്കാം. സ്പീഡിൽ പറയാം. സ്റ്റോപ്പ്. വരുന്ന കാർഡ് എടുക്കാം. ഏതാ നോക്കുക. ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കുക. കാർഡ് ഓർമ്മേണ്ടതാണ്. കയ്യിൽ വെക്കാം. താങ്കൾ സ്വയം സെലക്ട് ചെയ്തെടുത്ത കാർഡാണ് അതെ അല്ലേ? വിശ്വസിക്കുന്നു. ഇതിലൊരു വയറുണ്ട്. ഇതൊന്ന് കയ്യിലൊന്ന് മുറുക്കി ഇതുപോലെ ഒന്ന് പിടിക്കാം. ആ കാർഡ് മാത്രം മനസ്സിലോർക്കുക. എടുത്ത കാർഡ് അതിൻ്റെ സിമ്പൽ മനസ്സിലോർക്കുക. നോക്കട്ടെ. അത് നോക്കിയോ, കുഴപ്പമില്ല. മുറുക്കി ഇതുപോലെ പിടിക്കാം. കാർഡ് ഓർത്തു, സിമ്പൽ ഓർത്തു. തിരിച്ചറിയാം. എടുത്ത നമ്പർ ഇതായിരുന്നോ? ഇതായിരുന്നു എടുത്ത കാർഡ്. 7 ഓഫ് ഹാർട്ട്സ്. നോക്കാം. കറക്റ്റാ. എന്താണത്? ഇതിന് പ്രത്യേക കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക കോഴ്സ് ഉണ്ട്. മാജിക്ക് പഠിക്കുന്ന തന്നെ മെന്റലിസത്തിന് കോഴ്സ് ഉണ്ട്. അത് ശരി. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടോ കോഴ്സ്? അപ്പം എത്ര വർഷം ഉണ്ടാവും കോഴ്സ് പഠിക്കാൻ? നമ്മൾ പഠിക്കുന്ന പോലെ നമ്മുടെ മൈൻഡ്. അതിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെയൊന്നുമില്ല? 6 മാസം ഉണ്ട്. ഓക്കെ. ഇതിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണ്? ചെറുപ്പം തൊട്ട് മാജിക്ക് 13 വയസ്സോട്ട് പഠിക്കുന്നതാണ്. ഇഷ്ടമായിട്ട് വന്നതാണോ? ഇഷ്ടമായിട്ടല്ല, വീട്ടിലെ ഫാദർ ഈ ചെറിയ ചെറിയ മാജിക്കൊക്കെ കാണിച്ചു. ചെറിയ വെച്ചാൽ ഈ ഉത്സവത്തിനൊക്കെ കിട്ടുമല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, അതുപോലത്തെയൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അത് കണ്ട് പഠിച്ചതാണ്. അത് ശരി. അപ്പോൾ ഈ കോഴ്സിന് പോകുമ്പോൾ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു? അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? അതുപോലെ ചില സ്ഥലത്ത് ഇങ്ങനെ പ്രേതവാദങ്ങൾ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അതിന് ഈ എത്രത്തോളം ഈ മെൻ്റലിസ്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരാളിപ്പോൾ പറയുന്നത് കള്ളമാണോ അല്ലയോ ആളുടെ കണ്ണ് നോക്കിയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ചെറിയ മൈക്രോ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ടാണ് ഈ മൈൻഡ് റീഡിങ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓ, അത് ശരി. ഓക്കെ. അപ്പം ഒരു മാജിക്കും മെൻ്റലിസം കൂടിയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരും. കാർഡ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ. കാർഡ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാർഡ്സാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ കാർഡ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. സ്റ്റോപ്പ് പറയും. വരുന്ന കാർഡ് താങ്കൾക്ക് എടുക്കാം. ഓക്കെ. ക്ലിയർ ആണ്. ഇതിന് മുന്നേ നോക്കിയൊന്ന്. ഓക്കെ. ഏത് പോർഷൻ വേണമെന്ന് പറയാം. സ്റ്റോപ്പ്. വരുന്ന എടുക്കാം. കണ്ടതാണ്. കയ്യിൽ തന്നെ വെക്കാം. ഒരു കാർഡ് മനസ്സിലുണ്ട് അല്ലേ? ഒരു കാർഡ് മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു 3 ചീട്ടുകളുണ്ട്. അതായത് 1, 2, 3. എടുത്ത കാർഡ് ഇതിലുണ്ടോ? ഇല്ല. ഇല്ല. ഈ നടുക്കത്തെ 3 അല്ലായിരുന്നു എടുത്തത്? അല്ല. ഉറപ്പാണ്? ശരിയാണ്. മാജിക്ക് തെറ്റുമോ? അതിലുള്ളതൊന്നും ഇതിലില്ല. ക്ലിയർ ആണ്. കൈ നേരെ വെച്ചേ. ഒരു കൈ നേരെ പിടിക്കാം. ഇങ്ങനെ പിടിക്കാം. ഈ 3 ഞാൻ ഈ കയ്യിലേക്ക് ഇങ്ങനെ തരികയാണ്. ബാക്കിയുള്ളത് 2ഉം 4ഉം ആണ്. ക്ലിയർ ആണ്. ഇതേതായിരുന്നു? 3 സ്പേഡായിരുന്നു. എടുത്ത കാർഡൊന്ന് കാണിച്ചു. ഇതല്ലായിരുന്നു എടുത്ത കാർഡ്. അല്ല, അത് 3 ഇരുന്നല്ലേ? 3 മാറിയാണല്ലോ എടുത്ത കാർഡായത്. ഞാൻ എടുത്ത കാർഡ് തന്നെയാണ് സെയിം വന്നത്. ഇത് എന്തെങ്ങനെയാണ് മാജിക്കും മെന്റലിസവും മിക്സ് ചെയ്ത് ചെയ്യുന്നത്? പക്ഷെ ഇത് മാജിക് അല്ലേ? മാജിക് ആണ്. പക്ഷെ താങ്കൾ സ്വയം സെലക്ട് ചെയ്തെടുത്ത കാർഡല്ലേ? ഓക്കെ. അതായത് ഞാൻ സ്വയം സെലക്ട് ചെയ്തുകൊണ്ട് കാർഡാണ്. അത് മെന്റലിസവും മാജിക്കും കൂടി ഇൻവോൾവ് ആയിരുന്നു. ഇനി എന്താ സംഭവം? ഇനി വേറെ ഹിപ്നോട്ടിസവും. ഇനി ഒന്ന് മൈൻഡ് ഒന്ന് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. ക്ലിയർ ആണ്. മൈൻഡിന് ശക്തി ഉണ്ടോ? ശക്തി ഉണ്ടോന്ന് മനസ്സിന്? ശക്തി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മനസ്സിനുള്ളിൽ ഇതൊക്കെ വിളിച്ചു പറയാനുള്ള ഇതുവരെ ആൾക്കാർ കാണും.
ഇതിൻ്റെ ഒരു പേപ്പറുണ്ട്. ഓക്കെ. ഇത് രണ്ട് കയ്യിലൊന്ന് പിടിക്കാം. നടുവിൽ നിന്ന് കീറാം. ഇങ്ങനെ കീറാൻ എടുക്കുന്ന സമയം ഒന്ന് നോക്കുക. സിമ്പിളായിട്ടൊന്ന് മുറിക്കുക. കയറി മുറിച്ചോ, കുഴപ്പമില്ല. ഫുള്ള് മുറിക്കണ്ട, മുറിക്കണം. സിമ്പിളായിട്ട് കയറാൻ പറ്റി. കണ്ണ് നടക്കാൻ മനസ്സിലിനി പറയുക, ഈ പേപ്പർ ഇനി എനിക്ക് മുറിക്കാൻ പറ്റില്ല എന്നുറക്കെ പറയാം. ഈ പേപ്പർ എനിക്കിനി മുറിക്കാൻ പറ്റൂല. ഒന്നുകൂടെ പറയാം. ഈ പേപ്പർ എനിക്കിനി മുറിക്കാൻ പറ്റൂല. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഈ പേപ്പർ എനിക്ക് മുറിക്കാൻ പറ്റൂല. ഇനി കണ്ണടച്ചുകൊണ്ട് തന്നെ ശ്രമിച്ചു നോക്കിയാൽ മുറിക്കാനോ? പേപ്പർ മുറിക്കാൻ ശ്രമിക്കാൻ. ഒന്നുകൂടെ മുറിക്കാം. കണ്ണടച്ചിട്ട്? അതെ അതെ. കണ്ണ് തുറന്നിട്ട് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ണ് തുറക്കട്ടെ. കണ്ണ് തുറന്നു. ഇത് മുറിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി തുറക്കട്ടെ? അതെങ്ങനെയത്? സീരിയസ്ലി മുറിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പേപ്പർ അങ്ങനത്തെ ആണോ? നീ അല്ലല്ല, ഇത് മുറിക്കാൻ പറ്റൂ. രണ്ട് മുറിക്കാൻ പറ്റില്ല. ഞാൻ പറയുമ്പോൾ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഹിപ്നോട്ടിസോ മെന്റലിസോ? താങ്കളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. അതാണ്. ഇത് മുറിക്കാൻ പറ്റും. ഇവിടെ മുറിക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്തും മുറിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല കേട്ടോ. നോക്കി ചേട്ടാ, ചേട്ടാ പറ്റുമോ? ഏത് ക്ലാസ് മുതലാണ് മെന്റലിസം എന്ന് പറഞ്ഞത്? മെന്റലിസം ഞാൻ കുറച്ചുകൂടെ ഒരു 18-19 വയസ്സ് തൊട്ടാണ്. 18-19 വയസ്സായ ഇത് ഒരു +1 +2 പഠിക്കുന്നു. അപ്പം ഈ സമയത്ത് ഇപ്പം ഈ ഗേൾസിനടുത്ത് ക്രഷൊക്കെ തോന്നൂല്ലേ? അപ്പം അവരിങ്ങനെ മെന്റലിസം ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? കാര്യമില്ല. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു മജീഷ്യൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിലായിരിക്കും കൂടുതൽ അട്രാക്ഷൻ വരുന്നത്. നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പുറകെ ഉണ്ടാവും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഓക്കെ. അല്ല, എനിക്കത് ചോദിക്കണതുണ്ടായിരുന്നു, അതോടെ ചോദിച്ചത്. ഇനി മാജിക് കാണിച്ചോ? മാജിക് കാണിക്കും. മെന്റലിസം മൈൻഡ് റീഡിങ്ങും അതല്ലേ ഞാൻ കാണിക്കാൻ പോണത്? കാർഡ് വെച്ചിട്ട് തന്നെയാണ്. കാർഡ് എടുക്കുകയാണ്. കാർഡ് ഒന്ന് മിക്സ് ചെയ്യാം. കാർഡെല്ലാം ഡിഫറെൻ്റ് ആണെന്ന് നോക്കും. ഒന്ന് മിക്സ് ചെയ്തു നല്ലതായിട്ട്. ഞാൻ മിക്സ് ചെയ്യണം? അതെ അതെ, ഷഫിൾ ചെയ്തു. എനിക്ക് ഷഫ്ലിങ് വല്ലാണ്ട് അറിയാത്തതുകൊണ്ട് ഞാൻ കാർഡുമായിട്ട് പരിചയം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഓക്കെ ഷഫിൾ ചെയ്ത് കൊടുത്തു. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സാണ്. ക്ലിയർ ആണ്. ഞാൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് താങ്കൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് ടച്ച് ചെയ്യുക, തൊടുക, എടുക്കുക. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാം. ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. ഇങ്ങോട്ട് മറിക്കുക. ഇത് എടുക്കാതെ എടുക്കട്ടെ. കണ്ടേതാണോ അല്ലേ? വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. താങ്കൾ സ്വയം സെലക്ട് ചെയ്തെടുത്ത കാർഡാണ്. അതെ. കൈ ഒന്ന് തരാം. ഇങ്ങോട്ടൊന്ന് വയ്ക്കും. ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്തു. റാൻഡം ചോയ്സ് ആയിരുന്നു അല്ലേ? കാർഡ് ബ്ലാക്ക് കളറാണ് അല്ലേ? ബ്ലാക്ക് കളറാണ്. നമ്പരൊന്നുമല്ല. അല്ല, സ്പേഡിന്റെ ജെ ആണ് അല്ലേ? കാണിച്ചു. കറക്റ്റ്. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? എന്താണ്? സ്റ്റേജും ജീവിതവുമായിട്ട് ഇങ്ങനെ. ഇതാണ് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. ഓക്കെ. ഇത് ഭയങ്കര പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. ഇനി എനിക്ക് മാജിക് മാത്രമായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ ഗേസ്, ഞാനിത് കൊടുക്കാൻ പോവാണ്. കുറച്ച് കളർ പേപ്പറാണ്. ചവച്ച് തിന്നുകയാണ്. ഇതാരും അനുകരിക്കരുത് കേട്ടോ. അതെ, ഇതാരും അനുകരിക്കരുതേ. ഇത് ചവച്ചിങ്ങനെ ഇറക്കാണോ ചെയ്യുന്നേ? എൻ്റെ പൊന്നോ, ശേ വാവ്, സൂപ്പർ. അതും കളർഫുള്ളായിട്ട് തന്നെ വന്നിക്കുന്ന. നോക്ക്, ഇതെന്താ ഇതിൻ്റെ ഒരു ടെക്നിക്ക്? സീരിയസ്ലി ഇത് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ ഇത് ഞാനത് കുറേ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. നിർത്തിക്കോ? എന്തത്? കുറേ ഉണ്ടല്ലോ. ഇത്രയുണ്ട് സാധനം. കൊള്ളാം. എന്തായാലും
ഇത് നമ്മൾ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഫസ്റ്റ് പഠിക്കുന്ന മാജിക്. അതെ അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴും അത് ചെയ്യുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ഇത് ഒട്ടിച്ചിട്ടാണ് ഇരിക്കുന്നത് വായന്റെ അകത്തുനിന്ന്. സീരിയസ്ലി എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി എന്തായാലും. സൂപ്പർ 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 സൂപ്പർ, കൊള്ളാം എന്തായാലും. ഇതൊരു സിൽക്കാണ്, റെഡ് കളറാണ് അല്ലേ? സിൽക്കിലേക്ക് മാത്രം നോക്കുക. ഇപ്പോഴും സിൽക്ക് കാണുന്നുണ്ട്, ക്ലിയർ ആണ്. അതെന്താ സംഭവം? ഒന്നുകൂടെ കാണണോ? ഒന്നുകൂടെ കാണണോ? ഒന്നുകൂടി കാണിക്കാം. ഇപ്പോഴും കാണുന്നുണ്ട്, ക്ലിയർ ആണ്, സംശയമൊന്നുമില്ല. ഇപ്പോഴും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ശരിയായോ? നോക്കട്ടെ. ഇത് എന്താ, എനിക്കിത് വിശ്വാസം. ഇതെന്താ സംഭവം? ഒന്നുകൂടി കാണിക്ക്. ഈ ബോൾ ഞാൻ എടുക്കുന്നു. ഇത് മാജിക് വടിയാണ്, മാജിക് ബാൻഡാണ്. ബോൾ ഞാൻ എടുക്കുന്നു, കൈക്കുള്ളിലേക്ക് വെക്കുന്നു. ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യിൽ ഉണ്ടാവില്ല. സ്പീഡ് കൂടി പോയോ? ഇല്ല. ഒന്നുകൂടെ കാണണോ? ഒന്നുകൂടി കാണിക്കും. ഒന്നുകൂടെ കാണാൻ പോക്കറ്റിൽ നിന്ന് എടുക്കണം. ഓക്കെ. പോക്കറ്റിലോട്ട് പോയി കണ്ടായിരുന്നോ? കണ്ടില്ല. ഇല്ല, കണ്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പോക്കറ്റിലും മജീഷ്യന്റെ ശ്രദ്ധ വേണമെന്നുള്ളത് മാജിക്കിൽ. ഓക്കെ. ഇതിപ്പോ ഒരു കത്തിയാന്ന് വിചാരിക്കുക, ഇങ്ങനെ മുറിക്കുകയാണ്. മുറിച്ച് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കും. ഓക്കെ. മുറിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് 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 രണ്ട് ബോളാക്കുക. രണ്ട് ബോളായ എന്ത് സംഭവം കൂടി കാണിച്ചേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോക്കറ്റിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു. ഇപ്പൊ എന്റെ കയ്യില് 3 ബോളൊക്കെ, 3 ബോളുണ്ട്. ഞാൻ 1, 2 ബോൾ ഈ കയ്യിൽ വെക്കും. മൂന്നാമത്തെ എടുത്ത് ഞാൻ പോക്കറ്റിലേക്ക് വെക്കും. അപ്പൊ എന്റെ ചോദ്യം, ഈ കയ്യിൽ എത്ര ബോളുണ്ട്? 2 ഉണ്ടെന്ന് പറഞ്ഞു. 2 ഉദ്ദേശിച്ച ഈ 2 ആയിരുന്നു. ഒരെണ്ണല്ലേ ഇതിലേത് 2 ഉദ്ദേശിച്ചത്? 2 ഞാൻ കണ്ടത്. ഒരെണ്ണം പോക്കറ്റിൽ വെക്കുന്നത് കണ്ടു, പക്ഷെ കയ്യില് 3. ഡൗട്ട്. ഒന്നുകൂടെ കാണിക്കാം. ഒരു ബോൾ ഞാൻ എടുക്കുന്നു, പോക്കറ്റിലേക്ക് വെക്കുന്നു. രണ്ടാമത്തെ ബോൾ എടുക്കുന്നു, ഈ കയ്യിലേക്ക് വെക്കുന്നു. മൂന്നാമത്തെ ബോൾ എടുത്ത് പോക്കറ്റിൽ എടുക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, എന്റെ കയ്യിൽ എത്ര ബോളുണ്ട്? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എത്ര ബോളുണ്ട്? ഒരു ബോള്. ഒന്നേ ഉള്ളൂ. ശരിയാണോ? 2 എടുത്തു. ഒന്ന് ഈ ഒന്നായിരുന്നു. എത്ര ബോളുണ്ട് അപ്പൊ മൊത്തം എത്ര ബോളുണ്ട്? കൺഫ്യൂഷൻ ആണ്. ഒന്നുകൂടെ കാണിക്കാം. ഒരു ബോൾ ഞാൻ എടുക്കുന്നു, പോക്കറ്റിലേക്ക് വെക്കുന്നു. രണ്ടാമത്തെ ബോൾ എടുക്കുന്നു, കൈക്കുള്ളിലേക്ക് വെക്കുന്നു. മൂന്നാമത്തെ ബോൾ എടുക്കുന്നു, പോക്കറ്റിലേക്ക് വെക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, എത്ര ബോളുണ്ട് എന്റെ കയ്യിൽ? ഒരെണ്ണേ ഉള്ളൂ. അതതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ എടുത്തു. ഇല്ല, ഇവിടെ നോക്കൂ. ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കണം. ഇതിലൊരു ടെക്നിക്കാണ് സംഭവം അല്ലേ? നമ്മൾ ശരിക്കും പക്ഷെ മെന്റലിസം അങ്ങനല്ല. പക്ഷെ മാജിക് എന്ന് പറയുന്നത് ഫുൾ ടെക്നിക്കലാണ്. കൈയടക്കമാണ്, കൈവേഗതയാണ്. ആളുടെ മൈൻഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. വാവ്, സൂപ്പർ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയമാണെങ്കിൽ ഒരുപാട് മാജിക്കും മെൻ്റലിസും ഹിപ്നോട്ടിസത്തിൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. അതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. ഓക്കെ, ബൈ.